സോ ഇപ്പോൾ നമ്മൾ സെലക്ഷനും ട്രാവേഴ്സലൊക്കെ ഗോ ത്രൂ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്വറി സെലക്ടർ, ഗെറ്റ് എലിമെൻറ്റ് ബൈ ഐ ഡി, പാരൻറ്റ് എലിമെൻറ്റ്, ചിൽഡ്രൻ, അങ്ങനെ എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാനും അത് മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഗോ ത്രൂ ചെയ്തു അല്ലേ. ഇനി അതിൽ തന്നെ ഒരു കോമൺ പ്രാക്ടിക്കൽ പാർട്ടാണ് സ്റ്റൈലിംഗ് ഡോം എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ അതായത് ഇപ്പോൾ യു ഐയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് ആൻഡ് ഫീലൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജാവാസ്ക്രിപ്റ്റ് വഴി നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും കുറച്ചൊക്കെ. ഓക്കെ, സോ സ്റ്റൈൽ മാറ്റാനായിട്ട് നമുക്ക് ബേസിക്കലി 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് എലമെൻറ്റ് സ്റ്റൈൽ യൂസ് ചെയ്യാം, പിന്നെ ഒന്ന് ക്ലാസ് നെയിം യൂസ് ചെയ്യാം, പിന്നെ ഒന്ന് ക്ലാസ് ലിസ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ എലമെൻറ്റ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇൻലൈൻ സ്റ്റൈലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഡയറക്റ്റായി എലമെൻറ്റ്സിലേക്ക് ഇൻലൈൻ സ്റ്റൈലായിട്ട് ആഡ് ചെയ്യും. CSS അറിയുന്നവർക്ക് ബേസിക്കലി ഇത് അറിയായിരിക്കും. ഇൻലൈൻ സ്റ്റൈൽസ് ഹാവ് ഹയസ്റ്റ് എന്താ പറയുക സ്പെസിഫിറ്റി എന്ന് പറയാൻ പറ്റും. അതിനാൽ ക്ലാസ് സ്റ്റൈൽസ് ഉണ്ടായാലും ഇൻലൈൻ സ്റ്റൈൽസിന് ഓവർ റൈഡ് ചെയ്യും. അതിന് റോൾ കൂടുതലാണ്, ഹൈ പ്രയോറിറ്റിയാണ് എടുക്കുന്നത് ഇൻലൈൻ സ്റ്റൈൽസിന്. ഓക്കെ, സോ CSSൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ആണല്ലോ. സോ ജാവാസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ക്യാമൽ കേസിലായിരിക്കും എഴുതുന്നുണ്ടാവുക ബാക്ക്ഗ്രൗണ്ട് കളർ എന്നുള്ളത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇൻലൈൻ സ്റ്റൈൽ, ക്ലാസ് നെയിം, ക്ലാസ് ലിസ്റ്റ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എലമെൻറ്റ്സിലേക്ക് ഇൻലൈനായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CSS അറിയുന്നവർക്ക് അറിയായിരിക്കും ഈ പ്രോപ്പർട്ടി. ഇതായിരിക്കും ഹയർ പ്രയോറിറ്റി ഉണ്ടാവുക. രണ്ടാമത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് നെയിമാണ്. സോ ഇത് എലമെൻറ്റ്സിലെ ക്ലാസ് ആട്രിബ്യൂട്ടിൻ്റെ ഫുൾ സ്ട്രിങ് ആണ് എടുക്കുന്നത്. ഇവിടെ സെറ്റ് ചെയ്താൽ എല്ലാ ക്ലാസ്സസും ഒരുമിച്ച് കൺട്രോൾ ചെയ്യാം. ബട്ട് പ്രോബ്ലം എന്ന് വെച്ചാൽ ടോഗിൾ ചെയ്യുമ്പോൾ സ്ട്രിങ് നമുക്ക് മൈക്രോ മാനേജ്മെൻ്റ് ആയിട്ട് എടുത്ത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും സെപ്പറേറ്റ്ലി. സോ അത് ഇത്തിരി പ്രോബ്ലം ആണെന്ന് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷനാണ് ക്ലാസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ക്ലാസ് ലിസ്റ്റ് ബേസിക്കലി ഗുഡ് ഫോർ എന്താ പറയുക ബെസ്റ്റ് ഫോർ ആഡ്, റിമൂവൽ, ടോഗിളിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ക്ലാസ് ലിസ്റ്റ്. ക്ലാസ് ലിസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിന് മെത്തേഡ്സ് കുറച്ചുണ്ട്. കണ്ടെയ്ൻസ്, ആഡ്, റിമൂവ്, ടോഗിൾ, റീപ്ലേസ്, അങ്ങനെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. സോ ഇൻഡിവിജ്വലി ക്ലാസ് മാനേജ് ചെയ്യാനായിട്ട് സൂപ്പർ ഈസിയാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, നമുക്കിനി സ്റ്റൈൽ ചെയ്യാം. ഓക്കെ, നമ്മുടെ HTML ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ HTML തന്നെയാണ്. ULൻ്റെ മുകളിൽ ഒരു സെക്ഷൻ കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഇപ്പോൾ. ഓക്കെ, സോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ HTML സെക്ഷനിലുള്ള UL ഉണ്ട്. സോ ഇനി സെക്ഷൻസ് സെലക്ട് ചെയ്യാം. സോ സെക്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് app.jsൽ നമ്മൾ മുമ്പ് എഴുതി കോഡൊക്കെ റിമൂവ് ചെയ്യാണ് ഞാൻ. എന്നിട്ട് ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ് സെക്ഷനായിട്ട്. കോൺസ്റ്റ് സെക്ഷൻ ഈക്വൽ ടു ഡോക്യുമെൻ്റ് ഡോട്ട് ക്വറി സെലക്ടർ. എന്നിട്ട് ഞാനിവിടെ സെക്ഷൻ കൊടുത്തു. അപ്പം നമുക്ക് സെക്ഷൻ്റെ കിട്ടി. ഇനി ഇൻലൈൻ വഴി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ കൊടുക്കുന്നത് സെക്ഷൻ ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാൻ പറഞ്ഞു ക്യാമൽ കേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ജാവാസ്ക്രിപ്റ്റിൽ. സോ ക്യാമൽ കേസ് യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ഞാനൊരു കളർ ഞാനിവിടെ കൊടുക്കുന്നത് ഗ്രീൻ കൊടുക്കാം തൽക്കാലം ഇപ്പം. ഓക്കെ, ഞാനൊന്ന് സേവ് ചെയ്യാം. നമ്മൾ ഗ്രീൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സേവ് ചെയ്തെടുത്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് ബ്രൗസറിലൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ UIയിൽ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും. എലമെൻറ്റ്സ് ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ സെഷനിലെ സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈലായിട്ട് നമുക്ക് എന്താ പറയുക സ്റ്റൈൽ ആട്രിബ്യൂട്ടിൽ ഗ്രീൻ എഴുതിയിട്ട് നമുക്ക് ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് സ്റ്റൈൽ ആഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതായത് ജാവാസ്ക്രിപ്റ്റ് ബിഹൈൻഡ് ദി സീൻസ് സ്റ്റൈൽ ആട്രിബ്യൂട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. ഓക്കെ, സോ നമുക്ക് ഇനി എന്താ വെച്ചാൽ HTMLലേക്ക് ഒരു സ്റ്റൈൽ ബ്ലോക്ക് കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ക്ലാസ്സസ് കുറച്ച് ആഡ് ചെയ്യാം അതിൽ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോഡിൽ പോയിട്ട് index.html പോയിട്ട് ഇവിടെ ഞാൻ കൊടുക്കാം സ്റ്റൈൽ. ഓക്കെ, സോ സ്റ്റൈലിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഡോട്ട് റെഡ് BG ബാക്ക്ഗ്രൗണ്ടിന് ഉദ്ദേശിച്ചിട്ടാണ്. എന്നിട്ട് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് റെഡ്, പിന്നെ ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം, കളറും കൂടിയും കൊടുക്കാം. നമുക്ക് കളർ വൈറ്റും കൂടിയും നമുക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ പറ്റും. ഇനി രണ്ട് ക്ലാസ്സും കൂടി ആഡ് ചെയ്യാം. ക്ലാസ് വിസിബിൾ എന്ന് പറഞ്ഞ ഒന്ന് കൊടുക്കാം. സോ അതിൽ ബേസിക്കലി എന്ന് വെച്ചാൽ ഡിസ്പ്ലേ ബ്ലോക്ക്, പിന്നെ ഒരു ക്ലാസ്സും കൂടി നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. ക്ലാസ് ഇൻവിസിബിൾ കൊടുക്കാം. അതിൽ ഡിസ്പ്ലേ നണ്ണ്. ഓക്കെ, സോ ഇനി സെക്ഷനിൽ ബേസിക്കലി നമുക്ക് വെച്ചാൽ ഈ സെക്ഷനിൽ ക്ലാസ്സസ് ഇവിടെ സെക്ഷനില്ല, അവിടെ നമുക്കൊരു ക്ലാസ് ആഡ് ചെയ്യാം. ക്ലാസ് ഈക്വൽ ടു ഇപ്പം നമ്മൾ എഴുതിയത് റെഡ് BG തന്നെ കൊടുക്കാം.
ഓക്കെ. സോ നമ്മളിവിടെ പറയുന്നത് വെച്ചാൽ JSൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ ആക്കാൻ പറ്റും ആക്ച്വലി. നമുക്കൊന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങൾക്ക് റെഡ് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റില്ല, ഇപ്പോൾ ഗ്രീൻ തന്നെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻലൈൻ സ്റ്റൈലിന് പ്രയോറിറ്റി കൂടുതലാണ്. ഇപ്പോൾ സെക്ഷനിൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും പക്ഷേ എന്നാൽ ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, സെക്ഷനിൽ റെഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും ജാവാസ്ക്രിപ്റ്റിൽ ഇൻലൈൻ സ്റ്റൈലിനാണ് പ്രയോറിറ്റി. സോ അത് ഓവർ റൈഡ് ചെയ്യും ബേസിക്കലി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം കൊണ്ടും ചെയ്യാം. നമുക്ക് ഒരെണ്ണം കൂടി ഇവിടെ എഴുതാം. സെക്ഷൻ ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ബ്ലൂ കൊടുത്താലും ഓക്കെ, ബ്ലൂ വന്നിട്ടുണ്ട്. ബ്ലൂ കൊടുത്തപ്പോൾ നമുക്ക് ബ്ലൂ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കാരണം വെച്ചാൽ ഇൻലൈൻ സ്റ്റൈലിൽ ഹയർ പ്രയോറിറ്റി ആണ്. സെയിം റീസൺ തന്നെ, ഇൻലൈൻ സ്റ്റൈലിന് ഹയർ പ്രയോറിറ്റി ആണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് അപ്ഡേറ്റ് ആയി കിട്ടുന്നത്. ഓക്കെ, ഇതൊരു സ്പെസിഫിറ്റി പവറാണ് ബേസിക്കലി ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റെഡ് ബാക്ക്ഗ്രൗണ്ട് ക്ലാസ് റിമൂവ് ചെയ്യാൻ എന്ത് സംഭവിക്കുന്നുള്ളത്. സോ ഞാനിവിടെ സെക്ഷൻ ഡോട്ട് ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്. ഓക്കെ, ഞാൻ ഇത് കമൻറ്റ് ഔട്ട് ചെയ്യാം, സേവ് ചെയ്യാം, എന്നിട്ടൊന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാം, റെഡ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നത് സെക്ഷൻ ഡോട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു എംപ്റ്റി സ്ട്രിംഗ് കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈലൊക്കെ പോയി. ബേസിക്കലി ക്ലാസ്സിനുള്ള ഒന്നും ഇല്ല, ആക്ച്വലി എംപ്റ്റി സ്ട്രിംഗ് ആണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു പ്രോപ്പർട്ടിയും കാണാൻ പറ്റില്ല. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ക്ലാസ് ആട്രിബ്യൂട്ട് മുഴുവൻ അത് എംപ്റ്റി ആക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ എല്ലാ ക്ലാസ്സസും നമ്മൾ കൊടുത്ത എല്ലാ ക്ലാസ്സസും പോയി. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് മാത്രം റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലാസ് നെയിം ഉപയോഗിച്ച് സ്ട്രിംഗ് മാനേജ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റെഡ് BG എന്ന് പറഞ്ഞ ക്ലാസ് യൂസ് ചെയ്തിരുന്നു അല്ലേ, അത് കീപ്പ് ചെയ്തുകൊണ്ട് വിസിബിൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണം, റെഡ് BG സ്പേസ് വിസിബിൾ എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇവിടെ നിങ്ങളാണ് മാനുവലി റിമെമ്പർ ചെയ്യേണ്ടത് ഏത് ക്ലാസ് കീപ്പ് ചെയ്യണം, ഏത് ക്ലാസ് അല്ലെങ്കിൽ ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം എന്നുള്ളത്. സോ ക്ലാസ്സുകൾ കൂടുമ്പോൾ ഇത് ഭയങ്കര മെസ്സിയോ. ഇപ്പോൾ നമുക്ക് 2 ക്ലാസ്സുള്ളൂ, ഇപ്പോൾ ഒരു 5 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മെസ്സിയോ, നമ്മളെല്ലാം ഓർത്തിരിക്കണം എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. സോ ഇത്തിരി മെസ്സിയാണിത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ടോഗിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ തൽക്കാലം ഒരു ബട്ടൺ കൊടുക്കാം. ഇപ്പോൾ ഇൻഡെക്സിൽ ഇൻപുട്ടിൻ്റെ താഴെ ബട്ടൺ കൊടുക്കാം, ടെസ്റ്റ് BT എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ആദ്യം ബട്ടൻ്റെ ഒബ്ജക്റ്റ് എടുക്കാം. കോൺസ്റ്റ് BT n ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് നമ്മൾ ബട്ടൺ എടുക്കും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ബട്ടൺ ക്ലിക്ക് ഇവൻ്റ് ആഡ് ചെയ്യാം, ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്ണർ. എന്നിട്ട് ഞാനിവിടെ പറയുകയാണ് ക്ലിക്കാണ് ഇവൻറ്റ്. എന്നിട്ട് അതിൻ്റെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, ആരോ ഫംഗ്ഷനായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇത് വിസിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ടോഗിൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ അത് ആ സെക്ഷൻ കാണിക്കണം അല്ലെങ്കിൽ കാണിക്കേണ്ട, അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടോഗിൾ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ തൽക്കാലം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് ഇഫ് സെക്ഷൻ ഡോട്ട് ക്ലാസ് നെയിം എടുത്തിട്ട് ഈക്വൽ ടു നമ്മൾ ഈ റെഡ് BG വിസിബിൾ ആണോ എന്ന് എടുക്കുക ഫസ്റ്റ്. ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ ഡോട്ട് ക്ലാസ് നെയിം ഞാനിവിടെ ഇതന്നെ കോപ്പി ചെയ്യാം. എന്താ വെച്ചാൽ നമ്മളിത് ഇൻവിസിബിൾ ആക്കണം. സോ ടോഗിൾ ചെയ്യാണല്ലോ, സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻവിസിബിൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ആ പേര് മാച്ച് ആകാൻ വേണ്ടിയിട്ടാണ് ഇൻവിസിബിൾ അടിക്കുക. എൽസ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യുക, ഇത് തന്നെ പേസ്റ്റ് ചെയ്യുക, ഒന്ന് സേവ് ചെയ്യുക.
സോ ഇത് വർക്ക് ചെയ്യും. പക്ഷേ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ സ്ട്രിങ് കമ്പാരിസൺ ചെയ്യുന്നത്, ഡിപ്പെൻഡൻസി കുറച്ച് കൂടുതലാണ് ഇവിടെ. ക്ലാസ് ഓർഡർ മാറിയാൽ പോലും ഇഷ്യൂസ് വരും. ഇപ്പോൾ ഞാനിവിടെ വിസിബിൾ ആദ്യം ഇട്ടിട്ട് റെഡ് ബി ജി ലേറ്റർ ഇട്ടാലും അപ്പോഴും ഒരു ഇഷ്യൂ വരും. കാരണം അതേ ഓർഡറിലാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ടത്, സ്ട്രിക്റ്റ് കമ്പാരിസൺ നമ്മൾ ചെയ്യുന്നത്. സോ കൂടുതൽ ക്ലാസ് ആണെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് ഒരു 5 ക്ലാസ് 6 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര മെസ്സിയും കണ്ടീഷൻ ചെക്കൊക്കെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയി മാറും. സോ ഇത് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇത് വർക്ക് ആവും എന്തായാലും. ബട്ടൺ വന്നു, ഇത് ഹൈഡായി, പിന്നെ ഹൈഡായി ഷോയി. സോ ടോഗിൾ ബട്ടൺ വർക്ക് ആവുന്നുണ്ട്. ഇതാണ് ഇഷ്യൂ വരുന്നത്. ആക്ച്വലി നമ്മുടെ കോഡ് കുറച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനാലിറ്റി വർക്ക് ആവുന്നുണ്ട്, പക്ഷേ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് കോഡ്. കാരണം ഈ ക്ലാസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ തന്നെ ഇഷ്യൂസ് വരും. സോ ഇതിന് സൊല്യൂഷനായിട്ടാണ് നമ്മൾ ക്ലാസ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി ക്ലീൻ ആൻഡ് ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി സെയിം തിങ് നമ്മൾ ക്ലാസ് ലിസ്റ്റ് കൊണ്ട് ഈസി ആയിട്ട് എഴുതാനും പറ്റും കേട്ടോ. സോ HTML ഇനീഷ്യലായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇവിടെ ക്ലാസ് സെക്ഷനിൽ. റെഡ് ബി ജി വിസിബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ സെഷൻ ഡോട്ട് ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. സോ അതിന് നമ്മൾ എന്നിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ പറഞ്ഞ ക്ലാസ് ലിസ്റ്റ് കുറച്ചധികം മെത്തേഡ് ഉണ്ടെന്നുള്ളത്. സോ നമ്മൾ ടോഗിൾ യൂസ് ചെയ്യാം. എന്നിട്ട് ടോഗിൾ യൂസ് ചെയ്തിട്ട് ഞാൻ ഇൻവിസിബിൾ നടിക്കാം. ആ കൊടുത്ത ക്ലാസ് നെയിം നമ്മൾ ഏതോ കൊടുക്കുന്ന ക്ലാസ് നെയിം എന്ന് വെച്ചാൽ അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇൻവിസിബിൾ നടിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് രണ്ടും ഇത് ആക്ച്വലി ടോഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ കോപ്പി ചെയ്തിട്ട് വിസിബിൾ എന്നൊന്നും കൂടി കൊടുത്താൽ മതി. അപ്പോൾ ടോഗിൾ ക്ലാസ് നെയിംസ് പരസ്പരം ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ഒന്ന് സേവ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം നമുക്ക്. നമ്മുടെ കോഡ് വർക്ക് ആവുന്നുണ്ട്. ഈസി ആയിട്ട് നമ്മുടെ കോഡ് ഇവിടെ വർക്ക് ഉണ്ട്. ഇവിടെ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഹോൾ സ്ട്രിങ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ക്ലാസ്സസിൻ്റെ. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് ക്ലാസ് എന്ന് വെച്ചാൽ അത് മാത്രം നമ്മൾ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതർ ക്ലാസ്സസ് ആണെങ്കിൽ അൺഅഫക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ മറ്റേ പഴയ മുമ്പത്തെ കോഡിൽ എന്ന് വെച്ചാൽ ഇഫ് കണ്ടീഷൻ എഴുതുമ്പോൾ എല്ലാ ക്ലാസ് എടുക്കണം. സോ അത് നമ്മൾ എക്സിസ്റ്റിംഗ് ക്ലാസ്സിനൊക്കെ ടച്ച് ചെയ്യേണ്ടി വരും. സോ ഇവിടുത്തെ കേസ് നമ്മൾ അതർ ക്ലാസ്സസ് ഒന്നും ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ക്ലാസ് മാത്രം നമ്മൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ കണ്ടെയ്ൻസ് വിസിബിൾ പോലുള്ള ക്വിക്ക് ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു കുറച്ച് മെത്തേഡ്സ് ഉണ്ട് ക്ലാസ് ലിസ്റ്റിന്, അതിലൊന്നും കണ്ടെയ്ൻസ് ഉള്ളത്. സോ കണ്ടെയ്ൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് പോലെ ക്വിക്ക് ചെക്കൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. സോ റിയൽ പ്രാക്ടീസിൽ ആക്ച്വലി റിയൽ പ്രൊജക്ട്സിലൊക്കെ നിങ്ങൾക്ക് ഡൈനാമിക് വാല്യൂസ് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റൈലൊക്കെ യൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ UI സ്റ്റേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്റ്റീവ്, ഓപ്പൺ, എറർ, സക്സസ്, ഹിഡൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് ലിസ്റ്റിലുണ്ടാവും. സോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് കുറേയൊക്കെ. സോ CSS അല്ലെങ്കിൽ ടീം അല്ലെങ്കിൽ സ്റ്റൈലിംഗ് കൊളീഗ്സ് ഒക്കെ CSS ക്ലാസ്സസ് ഡിഫൈൻ ചെയ്യും ചിലപ്പോൾ. സോ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ അത് ക്ലാസ്സസ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ CSS ഇതുപോലെ സ്റ്റൈൽ തരും ടീമൊക്കെ ഉണ്ടെങ്കിൽ ചില പ്രൊജക്ട്സിലുണ്ടാവും. സോ അങ്ങനത്തെ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ ആ ക്ലാസ്സസ് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യേണ്ടി വരിക. സോ അത് ഇങ്ങനത്തെ കേസിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായി മാറും. ജാവാസ്ക്രിപ്റ്റിൽ ആ ക്ലാസ്സസ് ആഡ് ചെയ്യുക, റിമൂവ് ചെയ്യുക. സ്റ്റൈലൊക്കെ ഓൾറെഡി വേറെ ടീം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സസ് യൂസ് ചെയ്യൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പണി എന്നുണ്ടെങ്കിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞിരുന്നു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇൻലൈൻ സ്റ്റൈലാണ്, കുറച്ച് ഹൈ പ്രയോറിറ്റിയാണ്. അത് ക്ലാസ് നെയിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ ഫുൾ ക്ലാസ് നെയിം സ്ട്രിങ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. സോ ഈസി ടു ഓവർ റേറ്റ് ഉണ്ട്, പക്ഷേ ടോഗിൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ക്ലാസ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ബെസ്റ്റാണ്. ആഡ്, റിമൂവ്, ടോഗിൾ ഒക്കെ ചെയ്യാനായിട്ട് ഇത് ക്ലാസ് ലിസ്റ്റ് യൂസ് ചെയ്ത് കുറച്ച് ബെറ്ററാണ്. അത് കുറച്ചുകൂടി ക്ലീൻ ആൻഡ് സ്കെയിലബിളും കൂടിയാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പപ്പ് ചെയ്യാണ്. മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. കുറച്ച് വർക്കൗട്ട് ചെയ്താലേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. സോ ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ്. താങ്ക്സ് ലോട്ട്. ബൈ.